ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാ രാമ രാമ. രാവണശുക സംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചബി മാനവിരോധം വരുത്തിയാരു തവാം. ക്ഷീണഭാവം കളഞ്ഞിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരുക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദിശാനനോട് ചൊല്ലിടിനാം. രാക്ഷസ രാജ പ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊടാ അന്തരാമിന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവർ എന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹി ഏതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനാവദ്യനായ പിന്നരാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവ വീരനനുജ്ഞയ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടു കൊന്നുകി അല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറിച്ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിൽ എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുൾ വന്നിങ്ങു മുക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭോ കവി പുങ്കവ പാലിതം. പർവ്വത സന്നിഭന്മാരായ വാനരരുർവി കൊലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവീണ മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വനിനന്ദനൻ. അംഗദനാകൂമിളയ രാജാവതീനങ്ങേതു പത്മകിഞ്ചൽ കസമപ്രഭൻ. വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദന നക്ഷതൃങ്കോപമൻ. തൽപാർശ്വസിംനി നിൽക്കുന്നതോ വാദജൻ തുൽപുത്ര കാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാശേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരൈക വൈദ്യനന്ദനന്മാരെല്ലും. സേതു കർത്താവാനളനതിന്നെ അങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനദനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദീശതബലി. സാരനാഞ്ചാമ്പവാനും വേഗദർശിയും വീരൻ ഗജാനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാരോ 37 കോടിയുണ്ടുള്ളതറിഞ്ഞാലും
ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളതവയെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മനുഷ്യനല്ലാതിരാരായണൻ നാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായേരനന്ദനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി. ത്വങ്മാംസമേധോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമാ ബ്രഹ്മഹത്യാദിയ പാതകൗകങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖ ദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ ആവശ്യത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങൾ മധുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലനവ്യന അദ്വയനാത്മനാമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനെ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളെ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദീദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ രിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരത ഖണ്ഡത്തിൽ നിർമ്മല ബ്രഹ്മജനം ഭവിച്ചിടിനാൾ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതിയെ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോര തപോധനം. എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമനു കൊണ്ടെക്കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്കനീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനാ ദിവ്യമാ വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമരാമേരി ജപിച്ചു കൊണ്ടാമയം വേറിട്ട സാധിക്യ മോക്ഷവും. സത്സംഗത്തോടു രാമചന്ദ്രൻ ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരേതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപൂണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുക്രവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസീനം ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗൻ എന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്ത. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രഭം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നിൽക്കാൽ ക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കരുന്നീടിനാം. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലം ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളാൽ പ്രാധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായി കൊണ്ടും. യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിന യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ.
വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർജര വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംശൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗക്കുമ്പോൾ ഭവാനാം അഗസ്ത്യൻ ശുകാശ്രമീം സംപ്രാപ്തനായാനൊരു ദിവസം ബല സംഭൂജിതാമഗസ്ത്യതബോധന സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാം സ്നാതും ഗതേ മുനോക്കുമ്പോൾ ഭവതദായാതുദാനാദിപം വജ്രദംശാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്നിധം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടും ഇഷ്ടമായുണ്ണേണം ഇന്നു നമുക്കെടോ ചാകാമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാം ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുഗൻ പത്നിയോടുന്തതാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യേ ശുഗ പത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംശൻ മറഞ്ഞിടിനാം മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്ഷുദ്ധനാശിപ്രം ശുഗനെ ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി വൃത്തിയിൽ വാഴുക മത്ത പോവൈഭവാൾ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസനം ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലെന്തോ പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാം മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേതി ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ചസ ഞാനതു കേട്ടിതു ചെയ്തതും ഹിത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാം വൃത്താന്തം ഉൾക്കാമ്പു കൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പതയാമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം ഞാനും അതിമൂടനായി ചമഞ്ഞേൻ ബലാലുനം വരാവിധി തന്മതാമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനെ വച്ചുകൊള്ളും ദൃഢം രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവാനിഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനന നിന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നു കൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലേശോത്ഭവൻ സത്യന്തബോധന വാക്യം മനോഹരം മാല്യവാന്റെ വാക്യം ചാരനായൊരു ശുഗൻ പോയനന്തരം ഘോരനാ രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവു തൻ പിതാകിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതുചിതം കൈകസീതാ തന്മതിമാൻ വിനീതമൻ കൈകസീതാതന്മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനാം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്ക ദുർനിമിത്തങ്ങൾ ഈ ജാനകീലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടിലയോ നാശഹേതുക്കളായി ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായിടി വെട്ടുന്നിതന്യുഹം ചോരയും പെയ്യുന്നിതുഷ്ണമായി ഇത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയ കാളിയും ഘോരദംശാനിധം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഗരങ്ങൾ ജനിക്കുന്നു മൂഷികാർ മാചാരനോടു പിണങ്ങുന്നു രോഷാനകൂലങ്ങളോടും അവണ്ണമേ പന്നഗജാലങ്കരുടനോടുന്തതാ നിന്നെതിർ തീടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും
വംശത്തിനൊന്നുള്ളൊന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്ര ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതെ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം തിരിച്ചു ഭജിച്ചു കൊൾഗദ്വയേന പരമാത്മനമവ്യം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കിന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തന മാല്യവ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാം, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു രാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടോ നിർണയം. വൃദ്ധൻ ഭവാൻ അതിസന്ദിഗ്ധനാമിത്രമിത്യുക്തകൾ കേട്ടാൽ പൊറുത്തു കൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യാന്മാരുമായി ദശഭക്തനും പ്രസാദമൂർണിക്കാരേറിന. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടൊവിൽ വാങ്ങിനാം. 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചിരിച്ചിടിനാം. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്നു തൊഴുതോരനന്തരം യുദ്ധമായിട്ടിടുവിൻ കോട്ടയിൽ പുക്കട ചത്യന്ത ഭീതിയ വസിക്കയല്ലത്ര നാം. ബേരി മൃദംഗട കാപണ വാനക ദാരുണ ഗോമുഖാദിങ്ങൾ വാദ്യങ്ങളും വാരണാശ്വേഷ്ടകര ഹരിശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുൾഗര യഷ്ടിശക്തി ചുരികാദികൾ ഹസ്തേ ധരിച്ചു കൊണ്ടസ്തഭീത്യാജവും യുദ്ധസന്നദ്ധരായുദ്ധബുദ്ധിയോ ഡബ്ദികളദ്രികൾ ഉർവിയും തൽക്ഷണമുദ്ഭുതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംശൻ തഥാ ദക്ഷിണാദിക്കിലും ദുഷ്യവനാരിയാ മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി പൂക്കീടിനാം. മിത്രവർഗമാത്യ ഭൃത്യജനത്തോടു മുത്വാര ദോരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവദി ഗോപുരെ ബാലിതനയനും ദക്ഷിണ ഗോപുരെ വായുതനയനും പശ്ചിമ ഗോപുരെ മായ മനുഷ്യനാനാമാദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായുത്തര ദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടു സർവതോലങ്കാപുരം തകർത്തിടിനാം. കോട്ട മതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാത്തു വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗരാം ഭക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ യഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാനക്കഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തു ദശാസ്യനാവസ്ഥകൾ പേത്തു മറിവതിനായി ചീടിനാൻ.
ശാതുലനാദിയ രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നരവരും കപികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കടരുക്ഷണം കൊള്ളുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാദ്ര ബുദ്ധിയാ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദീന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാം രാമശിരസും ധനുസും ഇതെന്നുടൻ വാമാക്ഷി മുന്നിലാമാറുവച്ചിടിനാം ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാൻ അന്നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഗേദമശേഷ മകളെ കളകനീ എല്ലാം ചതിയെന്നു തേരിടിതൊക്കവേ നല്ലവണ്ണം വരൂ 4 നാളുള്ളിൽ ഇങ്ങില്ലൊരു സംശയം കല്യാണ ദേവതയും വല്ലഭൻ കൊല്ലും ദശാസിനി നിർണയം ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും മംഗളദേവത വല്ലഭാജ്ഞാവശാലങ്കതൻ രാവണൻ തന്നോട് ചൊല്ലിടാം ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാമാറുവച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലാകിലത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തമതീശേപവാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാം ചെന്നു പിടിച്ച നിശചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞ കപീന്ദ്രനും പിന്നെയ പ്രാസാദവും തകർത്തിടിനാനൊന്നു കുതിച്ചങ്ങു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവായൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാദിയാ വാനര വീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മഴയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വിൺമെഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ബിണ്ടിപാലങ്ങളും ഉൽഗരജാലവും ചക്രങ്ങളും പരീഗങ്ങളും ഈട്ടികൾ ശുക്ര കജങ്ങളും മറ്റുമിത്യാദികൾ ആയുധങ്ങളെല്ലാം എടുത്തു പീഡിച്ചു കൊണ്ടായോധനത്തിനെടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണൊലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിനാദവും തിങ്ങി മുഴങ്ങി പഴുങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂന്നു മറ്റുലി കൊണ്ടു തേ ജമ്പാരി മുമ്പാനിലിംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യ സകസംഗവും ഗന്ധർവ സിദ്ധവിദ്യാധര ചാരണ അദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തി നിറഞ്ഞിടിനാർ തുങ്കനാം ഇന്ദ്രജിത്തേറ്റാനതു നേരമംഗതൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നുതേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ വിൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതോ മിത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികുംബനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാരെ ഗൗതമൻ തന്നോടും ദക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 തൽക്ഷണേ ചെയ്തു പുക്കാൻ സുരലയം വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാം നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാം
താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. ഹഹ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദിശാന്തരേ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാവണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ. അബ്ദിതോയം ദിദാഭിത്വാ സ്വഭക്ഷയുഗോന്മൂദ ലോകത്രയോടോദതിദ്രുതം. നാഗാരി രാമപാദം വണങ്ങിടിന നാഗാസ്ത്രബന്ധനം തീനിതു തക്ഷിണി. ശാഖാമൃഗങ്ങളും ഹസ്തനിർമുക്തരായി ശോകവും തീനു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുത പക്ഷിപ്രവരനു ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാം. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ താക്ഷ്യനും. മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടു ഉന്നതന്മാരാം കപിവരന്മാരെല്ലാം. മന്നവൻ തന്നെ യോഗേനെ മരങ്ങളും കൊന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിൻ മുന്നമേ. വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നത്തെയും എന്നെ പറയാവൂ. ചെന്നറിഞ്ഞിടുവീൻ എന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിന വൃത്താന്തമൊക്കവേ. വീരബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം. ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നു. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടു കാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും. കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൾ. മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. ഇത്തമനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധന ധൂമ്രാക്ഷനും നടന്നിടിന. ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട മാരുതിയോട് എതിർത്തിടാനവനും ചെന്നു. ദാരുണമായിതു യുദ്ധവും എത്രയും. വേലസി വെൺമെഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഗഗദാദികൾ കൈക്കൊണ്ടു വാരണ വാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസ വീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായി കപികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതോ തൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പല വഴി സൂര്യപ്രവരനാമൽ മാരുതി തൽക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ എടർത്തിടു ഒന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതയുമെടുത്തുടൻ പാരിലമാറുതോ മ്രാശനും ചാടിനാം. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരെയുടുക്കി തുടങ്ങിനാൻ അത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതിനാകുലമെന്നീ. പാരം വളർന്നൊരു കോപ വിവേശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിന. ധൂമ്രാക്ഷനേറുകൊണ്ടമ്പർ പുരത്തിങ്കലാമാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസിനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാം. വജ്രഹസ്താരി പ്രബാലൻ മഹാബലൻ വജ്രദംഷൻ തന്നെ പോക യുദ്ധത്തിനാ. മനുഷ്യവാനരന്മാരെ ജയിച്ച ഭീമാന കീർത്തി അവരികെന്നയച്ചിടിനാം. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോട് തീർത്തിടിന. ദുർനിമിത്തങ്ങളുണ്ടായതാനാദൃത്യ ചെന്നു കപികളോടേറ്റു മഹാബലൻ. ഋഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഗർഭശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരയേനും വജ്രദംശനും തങ്ങളിൽ ഘോരമായിട്ടം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ വജ്രദംശൻകള നാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുഷ്യവനാരി പ്രവരന കമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട വായുതനയനോടേറ്റമവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാം. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരമ്പയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാ നിജ രാക്ഷസ സേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിൻ മേലുമാ രാമദേശാന്തം സുബേല ജലോപരി
വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടൂരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞിലയോ വൃത്താന്തമുക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ, ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ ചെയ്തു മാനുഷ വാനരന്മാരെ ഒടുക്കുവാം. പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനിന്നു കൈകൂപ്പിനാം. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനാമ പ്രഹസ്തൻ മഹാരഥൻ. കുംഭഹനും മഹാനാഥനും ദുർമുഖൻ ജുംബാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിനാവൻ പടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവർ തന്നകതാരിലുറച്ചു സന്നദ്ധരായി. പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാശ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേ മറ്റേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവൻ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ യുദ്ധം ചെയ്തു കാലപുരി പുക്കിരുന്നരുളിടിനാൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയ രാവണൻ കേട്ടു കോപാന്തനായി. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം ശുഭം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.